ഞാനിങ്ങനെ ആലോചിച്ചു പോയി, നമ്മൾ മനുഷ്യന്മാർ പലപ്പോഴും അത്ഭുതമായിട്ട് മാറുന്ന ഓരോ സംഭവങ്ങളാണ്. ഒരിക്കലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്ന് മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ഭക്ഷണം തരണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സമ്പത്ത് തരണം. ഇത് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ആ, ഞാൻ ഈ നാട്ടുകാരനാണ്. നിങ്ങൾ മുസ്ലിമാണോ? അല്ല, ഞാൻ മുസ്ലിം അല്ല, ഞാൻ ബിംബങ്ങൾ ആരാധിക്കുന്ന ഒരാളാണ്. ആ, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് ജിസിയ കൊടുത്തിരുന്നോ, നികുതി കൊടുത്തിരുന്നോ? ഈ രാജ്യത്തോട്ട് ബൈത്തുൽ മാലിലോട്ട് നിങ്ങൾ നികുതി കൊടുത്തിരുന്നോ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നികുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരോഗ്യമുള്ള സമയത്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യൻ്റെ മുന്നിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. ഒരു ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. എന്നിട്ട് ഉമർ തങ്ങൾ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് സാധുവായ ഉമറിനെതിരെ നിങ്ങൾ പരാതി പറയരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഉമർ ഇവിടെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്ന പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്കെതിരെ പരാതി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലവിളിച്ചു പോയി. അങ്ങനെ ഈ മനുഷ്യനെ വിളിച്ച് നേരെ ബൈത്തുൽ മാലിൽ പോയി. ബൈത്തുൽ മാലിൽ പോയി ബൈത്തുൽ മാലിൻ്റെ കാവൽക്കാരനോട് പറഞ്ഞു, സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, ഇന്നു മുതൽ ഇദ്ദേഹത്തിന് കൃത്യമായി ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര രൂപ കൊടുക്കണം, അദ്ദേഹത്തിന് ആവശ്യമായ ധാന്യം കൊടുക്കണം, ധനം കൊടുക്കണം, അദ്ദേഹം ഇനി പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് ലോകം കണ്ട ആദ്യത്തെ റേഷൻ സമ്പ്രദായം. അതാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് ആദ്യമായിട്ട് റേഷൻ സമ്പ്രദായത്തെ നടപ്പിലാക്കുന്നത്. അത് അന്ന് ആ കാലത്ത് നടപ്പിലാക്കിയതാണ്. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, ഞാനൊരു ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും എൻ്റെ പ്രജകൾ, എൻ്റെ നാട്ടിലുള്ള ആളുകൾ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പാതിരാ സമയത്ത് ഇങ്ങനെ രാത്രി മഹാനവറുകൾ ഇങ്ങനെ റൗണ്ട് ചുറ്റും തൻ്റെ പ്രജകളുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ച്. അന്ന് മഹാനവറുകൾക്ക് ഒരു ഖാദിമുണ്ട്, ഒരു സേവകനുണ്ട്, അസ്ലം എന്നാണ് അയാളുടെ പേര്. രണ്ടുപേരും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോകുന്ന ആ ഒരു സമയം ദൂരെ ഒരു കുടിലിൽ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് മഹാനായ ഉമർ തങ്ങളും അസ്ലം ഈ രണ്ടാളുകളും ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കലം, ആ കലത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ, ഒരു ഉമ്മ ഈ കലം പിടിച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കലം കത്തിച്ചിട്ടുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് ആ കലത്തിലുള്ളത്? ആ ഉമ്മ പറഞ്ഞു, ആ കലത്തിലൊന്നുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനിത് ഇളക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊരാശ്വാസം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, അത് അല്പസമയം കഴിയുമ്പോഴേക്ക് തയ്യാറാകും, അപ്പോൾ അത് കഴിക്കാമെന്നൊരാശ്വാസം അവർക്കുണ്ടല്ലോ. അപ്പോൾ അവർ തയ്യാറാകുന്നത് കാത്തു നിൽക്കൂലേ, അതിൻ്റെ മുന്നേ അവർ ഉറങ്ങിപ്പോകും, വിഷന്നുകൊണ്ട് അവർ ഉറങ്ങിപ്പോകും. ഇതെന്നെ നാളെയും ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതന്നെയാണ് ഇന്നലെയും ഞാൻ ചെയ്തത് എന്ന് മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട്, ആ സ്ത്രീ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, ഇത് വല്ലാഹു ബൈനനാ വബൈന ഉമർ, എൻ്റെ ഇടയിൽ അള്ളാഹു ഉണ്ട്, അതുപോലെ ഉമറും ഉണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ, ഈ കുട്ടികളിങ്ങനെ കബളിപ്പിക്കുന്ന കാണുമ്പോൾ ആ സ്ത്രീ പറയാണ് ഉമർ തങ്ങളോടുത്ത്, അള്ളാഹു, ഞങ്ങളുടെ ഇടയിൽ അള്ളാഹു ഉണ്ട്, ഉമറും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ വന്നൊരു ഉമർ ബിൻ ഖത്താബാണെന്ന് ഈ സ്ത്രീക്ക് അറിയൂല. ആ സമയത്ത് ഉമർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് ഉമറിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ ഉമറിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഭരണാധികാരി ആണല്ലോ, പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അള്ളാഹ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ. ആ സമയത്ത് ആ പെണ്ണ് ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഉമർ. ആ ഉമറിൻ്റെ പ്രജകളായ ഞങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഉമറിന് ഉത്തരവാദിത്വമില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പേടിച്ചു വിറച്ചുപോയി. മഹാനവറുകൾ ഓടി, എവിടേക്ക് ഓടി? ബൈത്തുൽ മാലിലോട്ട് ഓടി.
ബൈത്തുൽ മാലിലോട്ട് ഓടി. അവിടുന്ന് ഒരു സഞ്ചി ഒരു ചാക്കെടുത്ത് തോളത്ത് വെച്ചു. തോളത്ത് വെച്ച സമയത്ത് ഈ കൂടുള്ള ഹാദ്യമായ അസ്ലം വന്നിട്ട് ചോദിച്ചു, അള്ളാഹ്, നിങ്ങൾ അമീറുൽ മുഅ്മിനീനായ നിങ്ങൾ എങ്ങനെയാണ് ഇത് തോളത്തെടുത്ത് വെക്കുന്നത്? അത് മോശമാണ്, ഞാൻ വെച്ചോളാം, ഇങ്ങ് തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ തങ്ങൾ ചോദിച്ചൊരു ചോദ്യം, നാളെ ആഖിറത്തിൽ എൻ്റെ ഭാരം നീ ചുമക്കുമെന്ന് ചോദിച്ചു. ഈ പേരിൽ നാളെ ആഖിറത്തിൽ ഞാൻ കൂടുന്ന സമയത്ത് എൻ്റെ ഭാരം ചുമക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല, എനിക്ക് കഴിയൂല. എന്നാൽ മാറി നിൽക്ക്. ഒരു ഭരണാധികാരി അത് മൊത്തം ചുമന്നുകൊണ്ട് ഈ പെണ്ണിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നു. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മളിത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു എഴുതുന്നു, ഗാന്ധിജി പരാമർശിക്കുന്നു, പല ലോക നേതാക്കളും മഹാനവറുകളുടെ ഭരണത്തെക്കുറിച്ച് സ്തുതിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുല്ലുക്കും റായിൻ, എല്ലാ മനുഷ്യരും ഭരണാധികാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എല്ലാ മനുഷ്യരും ഭരണാധികാരികളാണ്. ആ ഭരണീയരെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ ഭരണാധികാരിയാണോ എന്നുള്ളതല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ചുറ്റിലേക്കൊക്കെ നോക്കി നമുക്ക് നല്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന മനുഷ്യരായി മാറാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്ങനെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യൻ എന്ന് പറയുക? അതൊരു മനുഷ്യൻ്റെ ഖൽബ് നിറക്കുന്ന സമയത്താണ് നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാവുക എന്നുള്ളതാണ്. അത് ചില മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്തായിരിക്കും. ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റിലും ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ തറാവീഹിന് വരുന്നുണ്ട്, നമ്മൾ സുബഹി ജമാഅത്തിന് വരുന്നുണ്ട്, പല വക്തുകളും ജമാഅത്തെ നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക.